ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നമ്മൾ കൂലി കാണാൻ പോവുകയാണ്. ഫോറം മോളിലാണ് പോകുന്നത്. 1 മണിക്ക് ഷോ എടുത്തായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മറ്റേ ഇതിലാണ് എടുത്തത്, എന്തോന്ന് മറ്റേ ഗോൾഡ് ക്ലാസ്സിൽ ലക്സ് അതിലാണ് എടുത്തത്. 1400 രൂപയുടെ ഒരു ടിക്കറ്റ്, ഏകദേശം 1500 രൂപയായി വിത്ത് ടാക്സ് എല്ലാം കൂടെ. പടം നല്ലതായാൽ മതിയായിരുന്നു ഗൈസ്. കുറേ നാളായി ലോകേഷിൻ്റെ ഒരു പടം കണ്ടിട്ട്. മറ്റേ LCU യൂണിവേഴ്സ് ആണോ അല്ലേ എന്നൊക്കെ ഉള്ളത് നമുക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം റിവ്യൂ ഒന്നും നോക്കുന്നില്ല ഗൈസ്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും പടം കാണാൻ ഒരു എക്സ്പീരിയൻസിന് ഇമ്പാക്റ്റ്ഫുൾ ആവും. സോ ഞാൻ വിചാരിച്ചു ഞാൻ പോയി കണ്ടതിന് ശേഷം ഞാൻ പറയാം എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും കാണാം ഗൈസ്. ഞാൻ നേരെ തിയേറ്ററിലോട്ട് പോട്ടെ. ഓൾറെഡി ലേറ്റാണ്. ടാറ്റ, ബൈ. സിനിമയ്ക്ക് പോകാൻ ഉള്ള പുറപ്പാടിലാണ്. ഓൾറെഡി ലേറ്റായി. അപ്പോൾ തൊട്ട് സൈഡിലൊരു വില കുറഞ്ഞൊരു വണ്ടി കണ്ടു ഗൈസ്. വേറെ നിസ്സാര വിലയുള്ളൊരു വണ്ടി. എന്തായാലും സിനിമയ്ക്ക് ലേറ്റായാലും ഇതിലായിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റിലൂടെ എത്തിയേനാ. ഓക്കെ ഗൈസ്, അപ്പോൾ ശരി, പോയി കണ്ടിട്ട് വരാം എന്താണ് കൂലി എന്നുള്ളത്. ഓക്കെ, ബൈ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇപ്പോൾ കൂലി കണ്ടിട്ട് വന്നതേ ഉള്ളൂ. അത്യാവശ്യം ലെങ്ത് ഉണ്ട് പടം. പക്ഷേ ഗൈസ്, ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ബൈ ലോകേഷിൻ്റെ വർക്ക്. ഒത്തിരി പ്രതീക്ഷയൊക്കെ വെച്ചാണ് പോയത്. പുള്ളി മറ്റേ ലിയോ ആണല്ലോ ലാസ്റ്റ് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ച ആ ഒരു ഹാങ് ഓവറിൽ ഇത് നൈസായിട്ടൊരു പടമായിരിക്കും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാനല്ലേ, പുള്ളി ഒരു രജനീകാന്തിനെ വെച്ചിട്ട് മൊത്തത്തിൽ കിട്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണെന്ന് തോന്നി പടം. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായി. ബിക്കോസ് ഒട്ടും അങ്ങോട്ട് വർക്കാവുന്നില്ല. വെറുതെ പുള്ളിയുടെ ആ ഒരു ഫാൻ എന്നുള്ള നിലയിൽ ഒരു പടം എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ പക്ഷേ ആ പടത്തിൽ ഒരു സെൻസും ഇല്ല. സ്ക്രിപ്റ്റും സംഭവങ്ങളും എല്ലാം എന്തൊക്കെയോ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് അറിയില്ല. അതാണ് ഈ പടം. പിന്നെ സൗബിൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത് വില്ലൻ എന്നുള്ള രീതിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് സൗബിനാണ്. ബിക്കോസ് നാഗാർജുന ഒട്ടും ഫിറ്റല്ല. ലൈക്ക് പുള്ളിക്ക് ഒരു വില്ലനിസവും ഇല്ല ഗൈസ്. അങ്ങേരെ പിടിച്ച് ഇതിൽ വില്ലൻ ആക്കിയത് തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. പ്രോപ്പറായിട്ടുള്ള ഏതെങ്കിലും വില്ലനെ വെക്കണമായിരുന്നു. എന്നിട്ട് ആ വില്ലന് കുറച്ചുകൂടെ ഒരു കൺവിൻസിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ഭയങ്കര ശോകം. ആ കൂടെ സൗബിനെ കുറച്ചുകൂടെ ഒരു ഡേഞ്ചറസ് രീതിയിൽ കാണിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് അപ്പർ ഹാൻഡ് സൗബിനാണ് ഈ പടത്തിൽ. അപ്പം അങ്ങനത്തെയൊക്കെ കുറേ ഫ്ലോസ് ഉണ്ട് ഈ പടം, മനസ്സിലായി. നമുക്ക് അങ്ങനെ ചെയ്യണമുണ്ട്. മൊത്തത്തിൽ ഇതൊരു ഡിസോർഗനൈസ്ഡ് ആയിപ്പോയി. മൊത്തത്തിൽ ഇതിൽ കണക്ഷൻസൊക്കെ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പിന്നെ വേറെ സത്യരാജ് വന്നിട്ട് സത്യരാജിൻ്റെ പാർട്ട് ചെയ്തിട്ട് പോയി. പുള്ളിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രജനീകാന്തും സത്യരാജും കൂടെ ഒന്നിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് എന്തിനോ സത്യരാജിനെ വലിച്ചെടുത്തുകൊണ്ട് വന്ന പോലത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ അങ്ങനത്തെ ആ ഒരു കണക്ഷനും സംഭവങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു അവർ പണ്ടെന്തോ ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ അവർ രണ്ടുപേരും തമ്മിൽ റിയൽ ലൈഫിൽ. ആ സാധനം പോലും ഈ പടത്തിൽ എവിഡൻ്റ് ആണ്, മനസ്സിലായില്ലേ. നമുക്ക് അങ്ങനെ അവർ തമ്മിൽ ഒരു ബോണ്ടും ഭയങ്കര വലിയ ആ ഒരു കണക്ഷൻസ് നമ്മൾ ഈ ഒരു പടത്തിൽ ഫീൽ ചെയ്യില്ല. അത് മാക്സിമം സ്പോയിലർ ഇല്ലാതെയാണ് ഞാൻ പറയുന്നത് കേസ്. പക്ഷേ നിങ്ങൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒബ്വിയസ്ലി അൺഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പ്ലോട്ടും സംഭവങ്ങളൊക്കെയാണ് ഈ പടത്തിന്. സത്യം പറഞ്ഞാൽ കൂലി നമ്പർ 1 എന്നോ സൂപ്പർ കൂലി എന്ന് വേണോ ഇടാമല്ലോ. ലോകത്തൊരിടത്ത് ഇങ്ങനെ ഒരു കൂലി കാണൂല കേസ്. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നം. അതൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സോ പിന്നെ രജനീകാന്തായതുകൊണ്ട് ലോകത്ത് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരാൾ രജനീകാന്താണെന്നാണ് നമ്മളെല്ലാവരും മറ്റേ ട്രോളും മീമും ഇറക്കുന്ന പോലത്തെ. അത് റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണിത്. എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം. ജയിലർ കഴിഞ്ഞിട്ട് അടുത്ത എനിത്തിങ് ഈസ് പോസിബിൾ, മറ്റേ മിഷൻ ഇമ്പോസിബിൾ പോലെ പുള്ളിയുടെ പടം വരുമ്പം മിഷൻ എനിത്തിങ് ഈസ് പോസിബിൾ, മനസ്സിലായില്ലേ. അപ്പം ആ ഒരു സംഭവത്തിൻ്റെ അനദർ പാർട്ട്. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കണ്ടും പൂട്ടി കാണുക. പക്ഷേ ലോകേഷിൻ്റെ ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. പുള്ളി എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ഓവർ കോൺഫിഡൻ്റ് ആയിപ്പോയി. 50 കോടി കിട്ടി എന്നൊക്കെ പറയും. നമ്മൾ വിചാരിക്കും എൻ്റെ ഈ 50 കോടി കൊടുത്തപ്പോൾ എന്തോ അതിന് അത്രയ്ക്കുള്ള എന്തോ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാക്കി നമ്മൾ പോകുന്നത്. പക്ഷേ ഈ 50 കോടി കൊടുത്ത ആ ഒരു ദിവസം തന്നെ തിരിച്ച് വാങ്ങിക്കാനുള്ളതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 50 കോടിക്കുള്ള വർക്കൊന്നും ഇല്ല കേസ് ഇതിൽ. പുള്ളി കുറച്ചൊന്ന് ഉഴപ്പിയാണ് എടുത്തതെന്നുള്ളത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അടുത്ത പടമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ലോകേഷ് കുറച്ചെങ്കിലും നൈസ്. കൈദി 2 ആയിരിക്കണം മിക്കവാറും. അപ്പം അങ്ങനെയാണെങ്കിൽ പുള്ളിയുടെ ആ ഒരു എക്സ്പെർട്ടീസ് അതിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി വിൽ
റീഗെയിൻ ആ ഒരു പേര് ആസ് എ ഡയറക്ടർ ഇതിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഗൈസ്, നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കും അത്യാവശ്യം രജനീകാന്തിൻ്റെ സ്വാഗ് അവിടെ എവിടെയൊക്കെ ചെറുതായിട്ട് കാണാം, 2-3 ഫൈറ്റ് സീനിലൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഒട്ടും കണക്റ്റഡ് അല്ല. ആസ് എ രജനീകാന്ത് മൂവിന്നുമായിട്ട് കണക്റ്റ് ആവില്ല, ആസ് എ ലോകേഷ് മൂവിയായിട്ട് ഇത് കണക്റ്റ് ആവില്ല. അമീർ ഖാൻ്റെയൊക്കെ കേസ് ചിരിച്ച് ചാവും കേസ് നിങ്ങൾ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ. എനിക്കത് പറയാൻ പറ്റില്ല, സ്പോയിലറായി പോകും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ട് തീരുമാനിച്ചാൽ മതി അതെന്താണ് സീൻ എന്നുള്ളത്. ഒന്ന് കമൻറ്റ് ചെയ്തോ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറയുക. പക്ഷേ എനിക്കിത് വർക്കായിട്ടില്ല. സോ 1400 രൂപ എന്തോന്ന് ഞാൻ കൊടുത്ത് ലക്സിൽ കണ്ടത്. പോയി ഗൈസ്, അല്ല OTT കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ എനിക്കൊരു തിയേറ്റർ വാത്തിയായിട്ടുള്ള പടമായിട്ട് തോന്നുന്നില്ല. സോ ദിസ് ഈസ് സ്ട്രിക്ട്ലി മൈ ഒപ്പീനിയൻ. ഒരുപാട് പേര് രജനീകാന്ത് ഫാൻസ് ഉണ്ടാവാം, ലോകേഷ് ഫാൻസ് ഉണ്ടാവാം. ജസ്റ്റ് ലെറ്റ് മീ നോ ഹൗ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഇത് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കായിട്ടില്ല. ദിസ് കുഡ് ഹാവ് ബീൻ മച്ച് 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 ബെറ്റർ. ബിക്കോസ് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സകല സാധനവും ലോകേഷിന് കൊടുത്തിട്ട് പുള്ളി ഒരു ചിക്കൻ അവിയലാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, മനസ്സിലായില്ലേ? ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ബിക്കോസ് യു ഹാഡ് ഓൾ ദ പവർ, പക്ഷേ യു ഡിൻ യൂസ് ദാറ്റ് പവർ ടു ഇറ്റ്സ് ഫുള്ളസ്റ്റ് കപ്പാസിറ്റി. അങ്ങനെ ഒരു സിനാറിയോ ആണ് ഈ പടം. സോ ദിസ് ഈസ് വാട്ട് ഐ ഫീൽ. ബാക്കി നിങ്ങളുടെ ഇഷ്ടം ഗൈസ്. അടുത്ത ഏത് പടമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു പടം കണ്ട ഹാങ് ഓവറിൽ ഞാൻ വയ്ക്കുന്നു. ടാറ്റ, ബൈ.